അപ്പോൾ നമ്മൾ ടിപ്സ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് അനാലിസിസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും. മാത്രമല്ല ഇപ്പം നമ്മളൊരു ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ചുമ്മാ ഒരു ചാർട്ടിനെ പറ്റി ഒരു എൻട്രി എക്സിറ്റ് മാത്രമല്ല, ഇത് കയ്യിലുള്ളവർ ഹോൾഡ് ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള നമുക്ക് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന് മുമ്പുള്ള എൻട്രിയെ പറ്റി എല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പം സബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കലും ഈ ചാനൽ സബ് ചെയ്യേണ്ടായിരുന്നു തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ആ ഒരു ചാർട്ടിനെ പറ്റി. അപ്പം നമുക്കറിയാം ഈ ഒരു ചാർട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു 2000-ലാണ്. അപ്പോൾ ആ ഒരു കാലം മുതൽ 2020 ഇപ്പോൾ വരെ ഒരു 2020 റേഞ്ച് വരെ ഈ ഒരു ചാർട്ട് ശരിക്കും പറഞ്ഞാൽ സൈഡ് വേസ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ നമുക്കിതിനകത്തൊരു എൻട്രി ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തുടക്കം മുതലുള്ളവർക്കറിയാം, പ്ലേലിസ്റ്റായിട്ട് വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒരു എൻട്രി നമ്മൾ തുടക്കത്തിൽ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്നത് മുതലാണ് നമ്മൾ ഈ ചാർട്ടിനകത്ത് ഒരു എൻട്രി എടുക്കാനുള്ളൊരു നല്ലൊരു അവസരം. ചെറിയ ചെറിയ അവസരങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വലിയൊരു അവസരത്തിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. പല ടൈം ഫ്രെയിമിൽ നോക്കാൻ നേരത്ത് പല എൻട്രികൾ കിട്ടും, പക്ഷേ ഒരു മേജറായിട്ടുള്ളൊരു എൻട്രിയുടെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അത് അങ്ങനെ വരുന്നു. അതിന് ബ്രേക്ക് ആകണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും കാണിക്കാറുള്ള പോലെ അതാണ്ട് അവിടെ ചെല്ലുന്നു, ഒരു ഫോള് വരുന്നു. കണ്ടോ, റെസിസ്റ്റൻസ് അടിക്കുന്നുണ്ടോ? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് മാറും. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ അതിനെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു ഏരിയ കയറുന്നതാണ് ബ്രേക്കായി. അപ്പോൾ നമ്മളവിടെ എൻട്രി വെച്ചെന്നിരിക്കുക. അപ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു ചുമ്മാ ഒരു ഇത് വെച്ച് നോക്കാം. അപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് സങ്കല്പിക്കുക. വണ്ടി ഇങ്ങോട്ട് വെക്കുന്നു. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് കയറുന്നത്. 1:2 എങ്കിലും നമുക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് നമ്മളൊരു എൻട്രി എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരുപാടൊന്നുമില്ല, ഒരു 1:2. ഈ ട്രെൻഡ് ലൈന് താഴെ താണ്ട് ഇവിടെയാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഒരു ചെറിയൊരു സ്വിംഗ് ലോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 1:3 ആണ് അവിടെ വന്നേക്കുന്നത്. ബ്രേക്ക് ആയപ്പോൾ തന്നെ അത്രയും കിട്ടി. എന്നിരുന്നാലും നമ്മൾ നോക്കുവാണ്. ഉണ്ടോ, അവിടെ ആ ഒരു ടാർഗറ്റ് കിട്ടി. ടാർഗറ്റ് അത്ര മതിയെന്നുള്ളവർക്ക് എക്സിറ്റ് അടിക്കാം. പക്ഷെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ കണ്ടോ, അത് ബ്രേക്കായി എത്ര പെർസെൻറ്റേജ് മുകളിലോട്ട് പോയെന്ന് കണ്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിവിടെ വെച്ച് നടത്താം. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം 1:2 അല്ല, ഏകദേശം ഇപ്പം തന്നെ ഒരു 1:2 എവിടം വരെ പോയെന്ന് കണ്ടോ. ആ ഒരു റേഞ്ച് വരെ ഏകദേശം ഒരു നല്ലൊരു എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് കണ്ടോ മുകളിൽ. അത്രയും ഒരു എൻട്രി അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു എൻട്രി നമുക്ക് കിട്ടിയത്. പക്ഷേ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്താൽ, ഒരു 2024 വരെ വെയിറ്റ് ചെയ്താൽ അത്രയും ഒരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ ഒരു ചാർട്ടാണ് ഇതിപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ നമ്മൾ എടുക്കുന്നു. പിന്നെ പലർക്കും പല മെത്തേഡുകൾ കാണും. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡുകൾ ഇതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യം. നിങ്ങളപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് നിങ്ങളോട് പറയുന്നുള്ളൂ. നമ്മളാണ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട്. നമ്മളാണ് അങ്ങോട്ടൊന്ന് പ്ലോട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിനൊരു റെസിസ്റ്റൻസ് വെക്കുന്നു. സിമ്പിളായിട്ടൊരു റെസിസ്റ്റൻസ് നമ്മൾ അങ്ങോട്ട് വെക്കുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇച്ചിരി നീട്ടി തന്നെ വരയ്ക്കുക, അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ നമുക്ക് വേറൊരു റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. അതിന് നമുക്ക് ജസ്റ്റ് വേറൊരു കളർ കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നല്ലൊരു സെൽ ഓഫ് നടന്നൊരു സെൽ ഓഫ് കാര്യങ്ങൾ. ഇവിടെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ എല്ലാം ചെറുതായി വരുന്നു. പിന്നെ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നു, പക്ഷേ ബ്രേക്ക് ആകുന്നില്ല. താഴെ വന്നു. ഇവിടെ ഒരു അത്യാവശ്യം ഷാഡോസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടിയാൽ നല്ലൊരു എൻട്രി ആയിരിക്കാം നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടു, ഇവിടെ നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം വലിയ കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്. അപ്പം അടുത്ത കാര്യങ്ങൾ എന്തോ നടക്കുന്നതെന്ന് വെച്ചാൽ, അതാണ്ട് ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. അതാണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ താന്നുക നിന്നിട്ട് മുകളിലോട്ടൊരു പോക്കിന് തന്നെയാണ് ചാൻസ്. അത് ചാൻസുകൾ മാത്രമേ പറയുന്നുള്ളൂ. 100% എന്ന് പറഞ്ഞൊരു സംഭവം ഷെയർ മാർക്കറ്റിലില്ല. ഹയസ്റ്റ് പ്രോബബിൾ ട്രേഡ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമല്ല. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 100% അടുത്ത് ഏകദേശം നിങ്ങൾക്ക് എന്തായാലും ഇത് ഒപ്പിക്കാൻ പറ്റും. ഈ ഒരു നമ്മൾ പറഞ്ഞ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറയുന്ന പോലെ ചാർട്ട് പോകണമെന്നില്ല. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും ആഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് മുകളിലോട്ട് പോവാം. പിന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴോട്ട് പോകുന്നതാണ്. അപ്പം അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒന്നുകിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈന് താഴെയോ ഒരു സ്വിംഗ് ലോയിലോ ഒക്കെ നമ്മളത് വെക്കാവുന്നതാണ്. ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു റെഡ് ലൈൻ അത് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി അവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടെ ചെറിയ റിവേഴ്സിൽ വരാം, ഇവിടെ വരെ വന്നിട്ട് ഒരു റിവേഴ്സിൽ വന്നേക്കാം. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ലോങ് ടൈം വ്യൂ ആണ് നോക്കുന്നത്. അപ്പം എൻട്രി എടുക്കേണ്ടവർ ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഇത് വാങ്ങിക്കാനായിട്ട് ഫണ്ട് ബാലൻസ് ഇല്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു എൻട്രി എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ എല്ലാ പൈസയും കൂടി ഇടുകയും ചെയ്യില്ലേ. കാര്യം റിവേഴ്സിൽ വന്നാൽ പിന്നെ പണി കിട്ടും. പിന്നെ തുടക്കത്തിൽ താഴേന്ന് വാങ്ങിച്ചവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സിറ്റ് അടിക്കണമെന്ന് വെച്ചാൽ നിലവിൽ എക്സിറ്റ് അടിക്കേണ്ട കണ്ടീഷൻ ഇല്ല. അപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ എവിടെയാണോ അലേർട്ടാണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു കടിപ്പിച്ച് വരച്ചേക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഒന്ന് പേടിക്കുക എന്നല്ല, ഒന്ന് അലേർട്ടാകുക. പിന്നെ അതിൻ്റെ ഈ ഒരു വരച്ച് വെച്ചേക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് ആ ഒരു നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഒരു കാര്യമൊന്നും ആയിരിക്കത്തില്ല പിന്നെ വരുന്നുണ്ട്. ഈ ഒരു താഴോട്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ ഫുൾ ഇങ്ങനെ താഴോട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. നിലവിലത്തെ കണ്ടീഷനിൽ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി എടുക്കണമെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തൊരു ഷെയർ തന്നെയാണിത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും 100% അല്ല. നിങ്ങൾക്കൊരു വ്യൂവിനനുസരിച്ചിട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻട്രി എടുക്കരുത്. നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് വിശ്വാസം തോന്നുവാണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ നമ്മളൊരിക്കലും മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നിങ്ങളുടെ പൈസയാണ് പോകുന്നത്. നിങ്ങൾക്കിത് പഠിപ്പിച്ച് തരാൻ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ സൈക്കോളജി അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും ഞാനത് വീഡിയോസായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചെയ്യാൻ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാനേ നമുക്ക് പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന, അതായത് റിസ്ക് മാനേജ് ചെയ്യുന്നതിൽ തന്നെ പെടും അത്. ആ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലോജിക്കലായിട്ടുള്ള ടാർഗറ്റും ലോജിക്കലായിരിക്കണം. ലോജിക്കൽ ടാർഗറ്റ്, ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് അതെല്ലാം നിങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനിയും മറ്റൊരു ഷെയറുമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.